ഹായ് എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങളൊരു അമ്പലത്തിൽ പോവുകയാണ്. ഇപ്പോൾ വൈകുന്നേരമായ സമയം. ഇന്ന് വൈകുന്നേരം തൊട്ടാണ് വീഡിയോ എടുക്കുന്നത്. ഇന്ന് രാവിലെ തൊട്ടല്ലേ വീഡിയോ എടുക്കുന്നത്. എന്ന് വിചാരിച്ച് വൈകുന്നേരം തൊട്ട് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച്. വൈകുന്നേരത്ത് ഇന്ന് മഴയൊന്നുമില്ല. അപ്പോൾ വിചാരിച്ച് ഇന്ന് ഞായറാഴ്ചയാണ്. അപ്പോൾ വിചാരിച്ചു നമുക്കിവിടെ അടുത്തുള്ള ഒരു അമ്പലത്തിൽ പോകാമെന്ന് വിചാരിച്ചു. വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു അമ്പലത്തിലാണ് ഞങ്ങളിപ്പോൾ പോകുന്നത്. കോട്ടുക്കൽ ഗുഹാക്ഷേത്രം എന്ന് പറയും, ഞങ്ങളൊക്കെ പാറയമ്പലം എന്ന് പറയും. ഇത് ഇവിടെ അടുത്തുള്ളവർക്കൊക്കെ ഈ അമ്പലത്തിനെ കുറിച്ച് അറിയാം. കഴിഞ്ഞ ഒരു പ്രാവശ്യം ഞാൻ നാട്ടിൽ വന്നപ്പോൾ ഉള്ള എൻ്റെ ഒരു വ്ളോഗിൽ ഞാൻ ഈ അമ്പലത്തിനെ കുറിച്ച് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇന്ന് വീണ്ടും ഞങ്ങൾ ആ അമ്പലത്തിൽ പോവുകയാണ്. അപ്പോൾ അമ്പലത്തിൽ പോയിട്ട് വന്നിട്ട് അമ്പലത്തിലെ വിശേഷങ്ങളൊക്കെ പറയാം. അമ്പലം കണ്ടു കഴിഞ്ഞാലല്ലേ നിങ്ങൾക്ക് അമ്പലത്തിനെ കുറിച്ചൊരു ഐഡിയ കിട്ടൂ. അതിന് മുന്നേ പറഞ്ഞു കഴിഞ്ഞാൽ ഐഡിയ വല്ലതും കിട്ടും. എന്നാലും ചെറുതായിട്ടൊരു ആമുഖം തരാം. കേരള പുരാവസ്തു വകുപ്പിൻ്റെ കീഴിൽ വരുന്ന ഒരമ്പലമാണ്. വളരെ പഴക്കമുള്ള ഒരു അമ്പലമാണ്. ഇത് ഒരു ആന കിടക്കുന്ന രൂപത്തിലാണ് നമുക്ക് ദൂരെ നിൽക്കുമ്പോൾ ഈ അമ്പലത്തെ കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് ഇതിന് ഗുഹാക്ഷേത്രം എന്ന പേരുണ്ട്. അല്ല, ഒരു ആന കിടക്കുന്നത് കണക്ക് തോന്നും. നമ്മൾ മേളിൽ നിന്നൊക്കെ ഈ മേളിൽ നിന്ന് ഷൂട്ട് ചെയ്യുന്ന എന്ന് പറയുന്നത് ഡ്രോണൊക്കെ വെച്ച് ഷൂട്ട് ചെയ്യുമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ആന കിടക്കുന്നതായിട്ടേ തോന്നത്തുള്ളൂ. അങ്ങനെയുള്ള ഒരു അമ്പലം, വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു അമ്പലം, കേരളത്തിൽ മുഴുവൻ അറിയപ്പെടും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പുരാവസ്തു വകുപ്പിൽ പെടുന്ന അമ്പലമാണ്. വിട്ടുപോയി. അപ്പോൾ നമ്മൾ അവിടേക്കാണ് പോകുന്നത്. പിന്നെ ഒരു ദേവീക്ഷേത്രമുണ്ട്, അവിടേക്കും പോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സ്വന്തം നാട്ടിലുള്ള അമ്പലങ്ങൾ ഇന്ന് കാണാം. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സുസ്വാഗതം. ധനുഷ് അവിടെ റെഡി ആയിട്ട് അവിടെ ഇരുന്ന് എന്തോ പണികളൊക്കെ ചെയ്യുവാണ്. ഞാൻ എൻ്റെ സാരി ഒന്ന് കാണിച്ചു തരാം. റെഡ് കളറുള്ള സാരി. ഇതാണ് എൻ്റെ സാരി. അപ്പൊ നമുക്ക് അമ്പലത്തിൽ പോയിട്ട് വരാം. പോവാം, വരുന്നോടേ. വാ, അമ്പലത്തിൽ പോയിട്ട് വരട്ടെ. ഞങ്ങൾ ആദ്യം വിചാരിച്ചത് ഓട്ടോയിൽ പോവാന്നാണ് വിചാരിച്ചത്. പിന്നെ ധനുഷ് പറഞ്ഞു ധനുഷ് നടക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലേക്ക് നടന്നു പോവാണ്. എൻ്റെ മുന്നേ പോകുന്നു ധനുഷ് ഭയ്യാറുക്കോ. ഇതാണ് അമ്പലത്തിൽ പോകുന്ന വഴി. ഇതാണ് അമ്പലം. ഇവിടെ കാണുന്നുണ്ട്. ഇതെല്ലാം വയലിൻ്റെ നടുക്കാണ് ഈ അമ്പലം ഉള്ളത്. രണ്ട് സൈഡിനും ഇതല്ല ശിവക്ഷേത്രം, രണ്ട് സൈഡും വയല. ധനുഷ് ഭയ്യ, ഇതെല്ലാം വയലേലകൾ. ഇത് അശോകമരം. ഈ കാണുന്നത് പൂക്കളും ഉണ്ട്. ഇതാണ് അമ്പലം. ഇതാണ് അമ്പലത്തിൻ്റെ ബാക്ക് സൈഡ്. ഇത് കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ലേ, ഒരു ആന കിടക്കുന്നത് കണക്ക് തോന്നുന്നില്ലേ? ഇത് ചുമട്ടുപാറ എന്ന് പറയും ഈ കിടക്കുന്നത്. എൻ്റെ ബാക്ക് സൈഡ് കണ്ടിട്ട് ഞങ്ങളങ്ങനെ അമ്പലത്തിൽ വന്നു, തൊഴുതിട്ട് തിരിച്ചു പോവാം. ഇതാണ് അമ്പലം. ധനുഷ് ഭയ്യ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കൂടെ അതിന് ഉപയോഗിച്ചിട്ടൊരു സെൽഫി. വയലേലകളുടെ നടുക്കുള്ള അമ്പലം. പണ്ട് ഇങ്ങനൊന്നും അല്ലായിരുന്നു കേട്ടോ.
ഈ അമ്പലത്തിൻ്റെ വഴിയൊന്നും ഇതൊന്നും അല്ലായിരുന്നു. ഈ വയലിൻ്റെ നടുക്കൂടൊക്കെ ആയിരുന്നു നടന്നു വരുന്നത്. ഏറ്റവും നല്ലതെന്ന് പറയുന്നത് ഉത്സവ സമയമാകുമ്പോൾ, ഉത്സവ സമയത്ത് ഈ വയലിൻ്റെ നടുക്കൂടെ പോകുമായിരുന്നു ഇങ്ങനെ താലപ്പൊലിയായിട്ടൊക്കെ. പണ്ടത്തെ കാര്യമാണേ പറയുന്നത്. അപ്പോൾ നല്ല രസമായിരുന്നു ഇങ്ങനെ കാണാനായിട്ട്. അതും വയലിൽ നെൽകൃഷിയായിരുന്നു. അപ്പോൾ നല്ല ഇതായിരുന്നു. ഞങ്ങളിവിടെ ആയിരുന്നു സ്കൂളിലൊക്കെ പഠിച്ചത്. അപ്പോൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഈ വയലിലൊക്കെ വരുമായിരുന്നു. അങ്ങനെയൊക്കെ ഉള്ളതായിരുന്നു പണ്ടത്തെ ഓർമ്മ. ഇവിടെയൊക്കെ വരുമ്പോഴത്തേന് പണ്ടത്തെ ഒരു ഓർമ്മയാണ്, അതായത് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്തെ ഓർമ്മ. ഇത് നോക്കൂ, എനിക്ക് എന്താണ് കിട്ടിയതെന്ന്. കൊന്നപ്പൂ. ഇവിടെ ഉണ്ടല്ലോ, ഈ ഒരു സൈഡ് നിറച്ചും കൊന്നമരം. അതിനകത്തത് പൂവുണ്ട്. ഈ പൂവ് താഴെ നിന്നതാണ്. അപ്പോൾ അതിൽ നിന്ന് ഞാൻ ഒരെണ്ണം പൊട്ടിച്ചെടുത്തതാണ്. ബാക്കിയുള്ള എല്ലാം മുകളിലുണ്ട്. കൊന്നപ്പൂ, അശോകമരം, അങ്ങനെയൊക്കെ ഉള്ളതാണ് ഈ സൈഡിൽ ഇങ്ങനെ ഉള്ളത്. അതിൽ നിന്ന് ഞാൻ പൊട്ടിച്ചെടുത്ത ഒരു കൊന്നപ്പൂവിൻ്റെ ഒരു കതിർപ്പ. ഇപ്രാവശ്യം വിഷുവിന് പോലും കൊന്നപ്പൂ കിട്ടിയില്ല. പറയും പോലെ വിഷുവിന് ഇവിടെ ആയിരുന്നല്ലോ. ശരിയായിരുന്നു, വിഷുവിനുണ്ടായിരുന്നു, മറന്നുപോയി. അപ്പം അങ്ങനെ കിട്ടിയതാണ് കൊന്നപ്പൂ. നമുക്ക് വീട്ടിൽ കൊണ്ടുവയ്ക്കാം. ഇതാണ് ഞങ്ങളുടെ സ്ഥലത്ത് ദേവീക്ഷേത്രം. ഞങ്ങളങ്ങനെ ദേവീക്ഷേത്രത്തിലും തൊഴുതു. ഇതാണ് ഞങ്ങളുടെ ദേവീക്ഷേത്രം, എൻ്റെ സ്വന്തം നാട്ടിൻ്റെ സ്വന്തം ദേവീക്ഷേത്രം. ഞങ്ങളങ്ങനെ ഞങ്ങളുടെ 2 അടുത്തുള്ള അമ്പലങ്ങളിൽ പോയിട്ട് വീട്ടിൽ പോയിട്ട് ഇനി ഞങ്ങളുടെ തൊട്ട് അടുത്ത് തന്നെ ഒരു വിഷ്ണു ക്ഷേത്രമുണ്ട്, അവിടേക്ക് പോവുകയാണ്. അപ്പോൾ അവിടെ ദീപാരാധന തൊഴുതിട്ട് വരാമെന്ന് വിചാരിച്ച് പോവുകയാണ്. അപ്പം ഞാനിങ്ങനെ സംസാരിച്ച് വരുവാണ്. അപ്പം അമ്പലത്തിൽ നല്ല പാട്ടിട്ടിട്ടുണ്ട്. അപ്പോൾ ആ പാട്ടെല്ലാം എൻ്റെ വീഡിയോയിൽ ക്യാപ്ചറായി. അതുകൊണ്ടാണ് പിന്നെ എനിക്ക് വീഡിയോയിൽ സൗണ്ട് ഓഫ് ചെയ്തിട്ട് എനിക്ക് വോയിസ് ഓവർ കൊടുക്കേണ്ടി വന്നത്. അപ്പോൾ നമ്മൾ ഇനി പക്ഷേ രാത്രിയായി കേട്ടോ. വീഡിയോയിൽ അത്ര ഇരുട്ടിയതായിട്ട് കാണുന്നില്ല, എന്നാലും ഒരു ഡാർക്ക്നെസ് തോന്നുന്നുണ്ട്. 6:45 ദീപാരാധന തുടങ്ങും. ഈ ഇവിടെ കാണുന്നതാണ് നമ്മൾ താമസിക്കുന്ന വീട്. ഇത് അമ്പലം. അത്ര അടുത്താണ് നമ്മൾ താമസിക്കുന്ന വീടും അമ്പലവും തമ്മിൽ. അപ്പോൾ അമ്പലത്തിൽ രാവിലെയും വൈകിട്ടും ഒക്കെ പാട്ടൊക്കെ ഇടുമ്പോഴത്തേന് നല്ല പാട്ടൊക്കെ കേൾക്കാം. ഹായ്, ഞങ്ങളങ്ങനെ ധനുഷ് ഇത്തിരി സൗണ്ട് കുറയ്ക്കൂടാ, എന്നാ കുറയ്ക്ക്. ധനുഷ് അവിടെ നിന്ന് TV കാണും. കുറെ കിടക്കുന്നു. വെരി ഗുഡ്. അപ്പോൾ ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോയി, ഞങ്ങളുടെ തൊട്ടപ്പുറത്തുള്ള അമ്പലത്തിൽ പോയി ദീപാരാധനയൊക്കെ തൊഴുതിട്ടൊക്കെ ഞങ്ങളിത് ഇപ്പോൾ വീട്ടിൽ വന്നു. ഞാൻ അവിടെ അമ്പലത്തിൽ നിന്ന് പറിച്ചിട്ട് വന്ന കൊന്നപ്പൂവാണത്. അത് നല്ല അപ്പോൾ നമുക്ക് ഇന്ന് വൈകുന്നേരം തൊട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ തുടങ്ങിയത്. അപ്പം നമുക്ക് നാളെയും കൂടെ രാവിലത്തെ വിശേഷങ്ങളും കൂടെ കണ്ടിട്ട് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ എൻഡ് ചെയ്യാം അല്ലേ? അതുപോരെ? പോരെ? അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ എന്താ, ഇനി വലുതായിട്ടൊന്നുമില്ല. ഇനി രാത്രിയിൽ എന്തെങ്കിലും ഭക്ഷണം കഴിക്കണം, സുഖമായിട്ട് കിടന്നുറങ്ങണം, രാവിലെ എഴുന്നേക്കണം. ഇത്രയേ ഉള്ളൂ പണി, അല്ലാതെ വെറും ഒരു പണിയുമില്ല ഗൈസ്, ഒരു പണിയുമില്ല. അപ്പോൾ ഇനി രാത്രിയിലത്തെ ഭക്ഷണമൊക്കെ എന്താണെന്ന് വെച്ചാൽ കഴിക്കാൻ നോക്കട്ടെ. ഞങ്ങൾ മാർക്കറ്റിൽ നിന്ന്, അതായത് അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നപ്പോൾ കുറേ സ്നാക്സൊക്കെ മേടിച്ചിട്ട് വന്നു. ധനുഷ് കേക്കോ പിന്നെന്തരാ അച്ചപ്പം അങ്ങനെ കുറേ സ്നാക്സൊക്കെ മേടിച്ചിട്ട് വന്നിട്ടുണ്ട്. കപ്പ് കേക്ക് ഭക്ഷണം കഴിക്കാം. ഇപ്പം പിന്നെ കഴിക്കാം, നാളെ കഴിക്കാം. ഫ്രൂട്ടിയുള്ള കപ്പ് കേക്ക്. അപ്പോൾ നമുക്ക് ഇനി നാളെ കാണാം. എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഭക്ഷണം കഴിക്കുന്നതൊന്നും കാണിക്കണ്ടല്ലോ. ഉച്ചയ്ക്ക് കാണിച്ചായിരുന്നു. ഉച്ചയ്ക്കും ഭക്ഷണം കഴിക്കുന്നത് കാണിച്ചില്ല അല്ലേ? സാരമില്ല, നാളത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കാണിക്കാം. ഇന്ന് രാവിലെ എന്തരായിരുന്നു? ഇഡ്ഡലിയും ഗ്രീൻ പീസ് കറിയായിരുന്നു. അത് ഇന്നലത്തെ വീഡിയോയിലുണ്ട്. അപ്പോൾ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ ഗ്രീൻ പീസ് കറി വെക്കുന്നതൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നാളത്തെ ബ്രേക്ക്ഫാസ്റ്റ് കാണിക്കാം. അപ്പോൾ ഇന്നിപ്പോൾ രാത്രിയിൽ വേറെ ഒന്നുമില്ല. മീൻ മേടിച്ചായിരുന്നു, മീൻകറി ഉണ്ടായിരുന്നു, പിന്നെന്തരായിരുന്നു, മാങ്ങാ പുളിശ്ശേരി ഉണ്ടായിരുന്നു. നല്ല പഴുത്ത മാങ്ങ കിട്ടി, അമ്പലത്തിൻ്റെ അവിടെ നിന്ന് മാങ്ങ കിട്ടി. മാങ്ങാ പുളിശ്ശേരി വെച്ചു, അതുണ്ടായിരുന്നു. പിന്നെന്തരായിരുന്നു, മുരിങ്ങക്കായും ചക്കക്കുരും കൂടെ തോരനുണ്ടായിരുന്നു. ഇത്രയൊക്കെ ഉള്ളായിരുന്നു. ഇതൊക്കെ എന്തിനാണ് നോർമലായിട്ടുള്ള കാര്യങ്ങളല്ലേ, വളരെ ഇമ്പോർട്ടൻ്റ്. അതിങ്ങനെ കാണിക്കാനായിട്ടൊന്നുമില്ല. എന്നാലും കാണിച്ചേനെ, ഉച്ചയ്ക്ക് കാണിക്കാൻ മറന്നുപോയി.
അപ്പോൾ നമുക്കിനി നാളെ കാണാം. എല്ലാവർക്കും ഗുഡ് നൈറ്റ്. രാവിലെ എണീറ്റ് കതക് തുറന്ന് നോക്കി വെളിയിലേക്ക് ഇറങ്ങിയപ്പോൾ ഇതാണ് അവസ്ഥ. മഴ ഗൈസ്, മഴ മഴ. ഇന്ന് രാവിലെ തുടങ്ങിയിരിക്കുമെന്ന് തോന്നുന്നുണ്ട് മഴ. ഇന്നലെ രാത്രിയിൽ നല്ല മഴയുണ്ടായിരുന്നു. വൈകുന്നേരത്തൊന്നും അധികം മഴയില്ലായിരുന്നു ഇന്നലെ, പക്ഷേ രാത്രിയിൽ മുഴുവൻ മഴയായിരുന്നു. രാവിലെയും ഇതാണ് അവസ്ഥ. അടിപൊളിയല്ലേ? നല്ല തണുപ്പുണ്ട്. മൂടിപ്പൊതച്ച് കിടന്ന് ഉറങ്ങാൻ നല്ല സുഖമാണ്. മൂടിപ്പൊതച്ച് കിടന്ന് ഉറങ്ങാൻ തോന്നുന്നുണ്ട്, പക്ഷേ നടക്കില്ല. ധനുഷ് ഉറങ്ങുന്നുണ്ട്. ധനുഷ് എണീറ്റില്ല. ധനുഷ് നല്ല മൂടിപ്പൊതച്ച് കിടന്ന് ഉറങ്ങുക. ഹായ്, ഗുഡ് മോർണിംഗ്. രാവിലെ തന്നെ നല്ല മഴയാണ്. ഞാൻ എണീറ്റപ്പോഴേ കാണിച്ചു തന്നില്ലേ, ഭയങ്കര മഴ. ഇപ്പോഴും മഴ പെയ്യുവാണ്. ഞാൻ ബ്രഷൊക്കെ ചെയ്തു, ചായയൊക്കെ കുടിച്ചു. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ വെളിയിൽ വന്ന് നിൽക്കുക. ഭയങ്കര മഴ അല്ലേ? നമ്മുടെ അവിടെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ജൂൺ മാസമൊക്കെ ആകുമ്പോഴാണ് ഇതേ കണക്ക് മഴ പെയ്യുന്നത്. അതേ കണക്കുണ്ട്. നല്ല തണുപ്പായിരുന്നു, നല്ല തണുപ്പായിരുന്നു. ധനുഷ് ഇതുവരേക്കും എഴുന്നേറ്റിട്ടില്ല. ധനുഷിനെ ഞാൻ എത്ര നേരമായിട്ട് വിളിക്കുമെന്നറിയോ? അവ എഴുന്നേക്കുന്നേ ഇല്ല. കണ്ണാ, എഴുന്നേക്കും മോനെ. നല്ല സുഖമല്ലേ മുമ്പ് ചേർന്ന് ഉറങ്ങാനായിട്ട്. എന്താ അവൻ ഉറങ്ങുക? കണ്ണാ, ആ എഴുന്നേക്കൂ, എഴുന്നേക്കൂ. ആണ് ഞങ്ങളുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. സൈഡിൽ വയ്ക്കണം, മേളിൽ വയ്ക്കണം? നല്ല വയ്ക്കേ. यही तो मजा है. എന്താ കൈ കാണിക്കണം? ഇത് സൈഡിൽ വയ്ക്കും. അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് അല്ലേ? കഴിച്ചോളൂ, കഴിച്ചോളൂ. പുളി എന്താണ് പുളി? പുളിയല്ല, അടിച്ച് പൊളിച്ച്. അങ്ങനെ. മഴ പെയ്ത് കഴിഞ്ഞപ്പോൾ തോട്ടിലെല്ലാം വെള്ളമായി. ഞാൻ വെളിയിലോട്ടൊന്ന് ഇറങ്ങിയതാണ്. എനിക്കൊരു വീട്ടിൽ വരെ പോകണമായിരുന്നു. അങ്ങനെ ഇറങ്ങിയതാണ്. അപ്പോൾ മഴ പെയ്ത് കഴിഞ്ഞിട്ടുണ്ടല്ലോ, എല്ലായിടവും വെള്ളമായി. കാണിച്ചു തരാം. ഇത് നമുക്ക് വയലായത്. വയലിലെല്ലായിടും ഇങ്ങനെ വെള്ളമായി. നല്ല രസമുണ്ട്. വെള്ളത്തിൽ ഇറങ്ങാൻ നല്ല രസമാണ്. ധനുഷുണ്ടായിരുന്നെങ്കിൽ ധനുഷിനെ പിടിച്ചിറക്കാമായിരുന്നു. എനിക്കിപ്പോൾ ഇറങ്ങാനൊന്നും സമയമില്ല. എല്ലായിടവും വെള്ളമായി. ഇത് ഒരു തോട. ഇറങ്ങിപ്പോ. എല്ലായിടവും വെള്ളം വെള്ളം വെള്ളം. ഇത് ഒരു തോട. ഇത് നോക്ക്, നിറച്ചും വെള്ളം. ഈ തോട് കടന്നിട്ട് വേണം എനിക്ക് പോകാൻ. മഴ ചെറുതായിട്ട് പെയ്യുന്നുണ്ട്. ഞാനതുകൊണ്ട് കുട മൂത്ത് പിടിച്ചേക്കുന്നത്. ചാറുന്നുണ്ട്. അപ്പം ചാറ്റിൽ നനയണ്ടെന്ന് വിചാരിച്ചു. 2 ദിവസമായിട്ട് നല്ല തലവേദനയുണ്ട്. ഇനി മഴവെള്ളം വീണിട്ട് പനിയൊന്നും പിടിപ്പിക്കണ്ടെന്ന് വിചാരിച്ചു. 2-3 ദിവസം മുന്നേ ഞാൻ മഴ നനഞ്ഞു. അതിൻ്റെ അത് തോന്നുന്നു 2 ദിവസമായിട്ട് ഭയങ്കര തലവേദന. മഴ പനിക്കാണോ വന്നോ എന്തോ. എൻ്റെ ദൈവമേ, പനിയെങ്ങാനും പിടിച്ചു കഴിഞ്ഞാൽ പൂക്കടിച്ചു. നല്ല രസമല്ലേ മഴ സമയത്ത് ഇങ്ങനെ വെളിയിലൊക്കെ ഇറങ്ങി നടക്കാൻ?
ചൂടായിരുന്ന സമയത്ത് അയ്യോ വെയിലേ എന്ന് പറയുമായിരുന്നു. എനിക്കിങ്ങനെ വെള്ളത്തിലൊക്കെ ചാടി ചാടി വരാനായിട്ട് വളരെ ഇഷ്ടമാണ്. അതുകൊണ്ട് തോട്ടിലും വെള്ളത്തിലുമൊക്കെ ചാടി വന്നത്. ധനുഷുണ്ടാവണമായിരുന്നു, ധനുഷിന് ഇതൊക്കെ കാണിച്ചു കൊടുക്കാമായിരുന്നു. ഞങ്ങൾ പണ്ട് എങ്ങനെയാണ് പൊയ്ക്കൊണ്ടിരുന്നതെന്നൊക്കെ ഉള്ളത്. അവൻ വീട്ടിലുണ്ട്, അവന് വരാൻ വയ്യ. ഞാൻ അവനെ വിളിച്ചതാ, അവൻ പറഞ്ഞു അവൻ വരുന്നില്ല എന്ന്. അതുകൊണ്ടാണ് ഞാൻ ഒറ്റയ്ക്ക് ഇറങ്ങി. അമ്പലത്തിൻ്റെ അവിടെ എത്തി. അമ്പലത്തിൻ്റെ തൊട്ടപ്പുറത്താണ് നമ്മുടെ വീട്. അപ്പോൾ അമ്പലത്തിൻ്റെ അവിടെ കയറിയിട്ട് അതിലേക്കൂടെ അങ്ങ് പോകും. ഇതാ അമ്പലം. കറക്കമൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് ഞങ്ങൾ ഭക്ഷണം കഴിക്കാതിരിക്കുക. ചോറുണ്ട്, പയറ് തോരനുണ്ട്, ചക്കക്കുരു മുരിങ്ങക്കായും തോരൻ, പിന്നെ കുറച്ച് തീയലിൻ്റെ ചാറും ഇത്രയുണ്ട്. നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ എൻഡ് ചെയ്താലോ? അമ്പലത്തിൽ പോയതിൻ്റെയൊക്കെ ഒരു വീഡിയോ ആണ്. അപ്പോൾ ഞാൻ വേറൊരു സാരിയിലാണല്ലേ ഇപ്പോൾ. നേരത്തെ അമ്പലത്തിൽ പോയപ്പോൾ വേറെ സാരിയിലായിരുന്നു, ഇപ്പോൾ വേറൊരു സാരിയിലാണ്. നാട്ടിൽ വന്നു കഴിഞ്ഞാൽ സാരിക്കാണോ പഞ്ഞം. നമ്മളെ സ്വന്തം സാരി ഇല്ലെങ്കിലും കുഞ്ഞമ്മമാരും അമ്മയുടെയും ഒക്കെ സാരികൾ മാറി മാറി കൊടുക്കാം. നമുക്കൊരു ബ്ലൗസ് മാത്രം മതി, സാരി ഇഷ്ടം പോലെ കിട്ടും. അപ്പോൾ സാരികളെല്ലാം മാറി മാറി ഇങ്ങനെ ഉടുത്ത് വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ അടിച്ച് പൊളിക്കുവാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യുകയാണ്. നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള പാറയമ്പലം, അതായത് ഞാൻ കാണിച്ചല്ലോ അമ്പലം, നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത, പിന്നെ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു ദേവീക്ഷേത്രവും പിന്നെ ഒരു വിഷ്ണു ക്ഷേത്രവും. ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വീഡിയോയിലുണ്ടായിരുന്നത്. നിങ്ങൾ വിചാരിക്കും അമ്പലങ്ങളേ ഉള്ളൂ എന്ന്. നാട്ടിൽ വന്നു കഴിഞ്ഞാൽ കുറേ അമ്പലങ്ങളിലാണ് പോകുന്നത്. നമുക്ക് ബോംബെയിലായിരിക്കുമ്പോൾ എപ്പോഴും നമ്മുടെ അമ്പലങ്ങളിലൊന്നും പോകാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അത് നാട്ടിൽ വരുമ്പോൾ മാക്സിമം അമ്പലങ്ങളിൽ പോവുക, പ്രാർത്ഥിക്കുക. അമ്പലങ്ങളിൽ കൂടുതൽ പോവും. പിന്നെ വേറെ സ്ഥലങ്ങളിലൊക്കെ പോകുന്നുണ്ട്, ഇനി പോകാനിരിക്കുന്നേ ഉള്ളൂ. ഇനിയും അമ്പലങ്ങളിൽ പോകുന്നുണ്ട്. ദൂരോട്ടുള്ള അമ്പലങ്ങളിലൊക്കെ ഏട്ടൻ വന്നിട്ട് ഏട്ടനൊത്ത് പോകും. അപ്പം നമ്മൾ ഒറ്റയ്ക്കുള്ളപ്പോൾ അടുത്തൊക്കെ ഉള്ള അമ്പലങ്ങളിലൊക്കെ പോയതാ. അപ്പം ഞങ്ങളുടെ അടുത്തുള്ള അമ്പലങ്ങളൊക്കെ നിങ്ങൾക്കും കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഞാൻ പോകുന്ന അമ്പലങ്ങളും ഞങ്ങളുടെ വീട്ടിലെ ഞങ്ങളുടെ ഒരു ജീവിത സ്റ്റൈലും ഒക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടുള്ള കുഞ്ഞു കുഞ്ഞു വീഡിയോകളാണ്. അന്നേരം ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് കണക്ക് വലിയ ഹൈടെക് വീഡിയോ ഒന്നുമല്ല, നാട്ടിൻ പുറത്തെ സാധാരണക്കാരുടെ സാധാരണ ജീവിതമൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ ആണ് എൻ്റേത്. പ്രത്യേകിച്ച് ഇപ്പം കേരളത്തിൽ വന്നപ്പോൾ കേരളത്തിലെ ഒരു ജീവിത സ്റ്റൈല്, നമ്മുടെ എല്ലാവരുടെയും ജീവിത രീതിയൊക്കെ പലരുടെയും പലതാണ്. നമ്മുടെ ഒരു ജീവിത രീതി, നമ്മുടെ ആഹാര രീതിയും ഒക്കെയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അതൊരു സന്തോഷം. അപ്പോൾ എൻ്റെ വീഡിയോകളൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരണേ. അപ്പോൾ ഇഷ്ടമാകുന്ന കമൻറ്റിലൂടെ ഒന്ന് പറയണേ. ധനുഷ് റിവ്യൂ പറയുന്നുണ്ട്, അവിടെ എവിടെ ഇരിക്കുവാണ്, അവിടെ എവിടെ TV ആണോ, അമ്മ സീരിയൽ കാണുന്നു, ധനുഷ് അവിടെ പോകുന്നുണ്ട്. അപ്പം നമുക്ക് നാളെ കാണാം മറ്റൊരു വീഡിയോയുമായി. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.